ഓക്കെ, അങ്ങനെ മൂപ്പരെന്നെ തള്ളി വിട്ടു. ശരിക്കും നമുക്ക് തുഴഞ്ഞ് അങ്ങ് അറ്റം വരെ പോവാം. അതുപോലെ തന്നെ ഈ സൈഡ് പോകുന്ന വഴിയുണ്ടോ, ഒരു വണ്ടിക്ക് മാത്രം കഷ്ടിച്ച് പോകാം. ഒമാന്റെ ബോർഡർ എത്തി. നമ്മൾ ഇവിടെ നിന്നാണ് വിസിറ്റ് വിസയും. വെൽക്കം ടു ഷെമിബാസ്. ഹത്തയെക്കുറിച്ചുള്ള ആദ്യ വീഡിയോ കാണാത്തവർ അതുകൂടി കാണുക. ദുബായ് എന്ന് കേൾക്കുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരിക ലോകത്തിലെ ഉയരമുള്ള കെട്ടിടമായ ബുർജ് ഖലീഫ, ബുർജ് അറബ് പോലെയുള്ള ആഡംബര ഹോട്ടലുകളും മാളുകളും, മെട്രോ, ട്രാം, മോണോറെയിൽ പോലെയുള്ള ലോകോത്തര നിലവാരമുള്ള പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻസ് ഒക്കെയാണല്ലോ. എന്നാൽ ദുബായിയുടെ ഹത്ത വേറിട്ടൊരു അനുഭവമാണ് സന്ദർശകർക്ക് നൽകുക. ഗാംഭീര്യമുള്ള ഹജർ പർവ്വതനിരകൾ, ഈന്തപ്പഴത്തോട്ടങ്ങൾ, തരിശായി കിടക്കുന്ന വിശാലമായ വിസ്തൃതികൾ, മിഡിൽ ഈസ്റ്റിലെ തന്നെ ഏറ്റവും വലിപ്പമുള്ള ഡാം, വാലികൾ എന്നിവയാൽ പശ്ചാത്തലമായ ഈ സ്ഥലം സന്ദർശിക്കുന്നത് ഹൃദ്യമായ ഒരു അനുഭവമാണ് സന്ദർശകർക്ക് നൽകുന്നത്. ഹത്ത ഡാമിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് വരുന്നതാണ്. ഹത്ത ഡാമിൽ നമ്മൾ പോകുന്നുണ്ടെങ്കിൽ ഹത്ത ഡാമിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ഈ ഏരിയയിൽ വണ്ടി പാർക്ക് ചെയ്യാം. ഓപ്പോസിറ്റ് സൈഡിൽ വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം നമുക്കിവിടെ ഫ്രീ ഷട്ടിൽ സർവീസ് ബസ് കിട്ടുന്നതാണ്. നമുക്ക് അവരെ മുകളിൽ ഡ്രോപ്പ് ചെയ്യും. പിന്നെ അതിനുശേഷം നമ്മൾ അവിടുന്ന് അവരെ തിരിച്ചു കൊണ്ടുവരികയും ചെയ്യും. कौन सा बस भैया? Pasha Malaka. Zakas durmi जाओ. ഈ ബസ്സിലാണ് നമ്മളിപ്പം പോകുന്നത്. താങ്ക് യു ഭയ്യ. അങ്ങനെ എന്നെയും കൊണ്ട് ഒറ്റക്ക് ഇവര് അത്ത ഡാമിന്റെ മുകളിലേക്ക് കൊണ്ടുപോവാണ്. നമുക്ക് നമ്മുടെ സ്വന്തം വാഹനങ്ങൾ കൊണ്ടും ഡാമിന്റെ മുകളിലേക്ക് പോകാം. പക്ഷേ അവിടുത്തെ പാർക്കിംഗ് സ്പേസ് വളരെ കുറവാണ്. പ്രത്യേകിച്ച് വീക്കെൻഡുകളിൽ സ്പേസ് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അത്തയിൽ പ്രധാനമായി 2 ഡാമാണുള്ളത്. അതിൽ ഈ അത്ത ഡാം മിഡിൽ ഈസ്റ്റിലെ തന്നെ ഏറ്റവും വലിയ ഡാമുകളിൽ ഒന്നാണിത്. നമുക്കിവിടെ കയാക്കിങ്ങിന്റെ ബോട്ടൊക്കെ റെന്റിന് എടുക്കാം. ഒരാൾക്ക് അൺലിമിറ്റഡ് റൈഡിന് 60 ദിർഹംസാണ് ഇവർ ചാർജ് ചെയ്യുന്നത്. അതുകൂടാണ്ട് 2 ആൾക്കാർക്കും പിന്നെ ഫാമിലി ബോട്ടൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. നമ്മൾക്ക് ആ ഏരിയയിൽ നിന്നാണ് ശരിക്കും കയാക്കിന്റെ ബോട്ട് നമുക്ക് റെന്റിന് എടുക്കാൻ പറ്റുന്നത്. നമുക്ക് ഈ ഡാമിന്റെ മുകൾ വശത്തോടുകൂടി നമുക്കിങ്ങനെ നടക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു റോഡുണ്ട്. ഇതുപോലെ ഈ സൈഡിലാണ് നമുക്ക് ഡാം കാണാൻ കഴിയുന്നത്. ഡാമിലെ കുറച്ച് വെള്ളം അവർ ഇതുവഴി ഇങ്ങനെ തുറന്നു വിടുന്നുണ്ട്. ഹത്ത ഡാമിലെ വെള്ളം ഇവിടുത്തെ പല ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട്. ഒന്നാമതായിട്ട് അവർ കാർഷിക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഹത്ത ഡാമിലെ വെള്ളം ഉപയോഗിക്കുന്നുണ്ട്. അതുകൂടാണ്ട് മെയിൻ യൂസ് എന്ന് വെച്ചാൽ ഇവിടുത്തെ പവർ പ്ലാന്റിനാണ്. അതിനെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഇത് ഹത്ത ഡാമാണ്. ഇവിടെയാണ് പവർ പ്ലാന്റ് വരുന്നത്. അപ്പൊ ഇവിടുന്ന് ഹത്ത ഡാമിലത്തെ ഇവിടുത്തെ വെള്ളം വരുന്നുണ്ട്. അതുകൂടാതെ വേറൊരു ഡാമുണ്ട്, അൽ മൈറ എന്ന് പറഞ്ഞൊരു ഡാമുണ്ട്. ആ ഡാമിലെ വെള്ളവും അവര് പമ്പ് വഴി അവർ ഇവിടത്തേക്ക് എത്തിക്കുന്നുണ്ട്. അതുകൂടാണ്ട് വേറൊരു അപ്പർ ഡാമുണ്ട്. അപ്പർ ഡാമിലെ വെള്ളവും ഏകദേശം 1.2 കിലോമീറ്ററോളം വാട്ടർ ടണൽ ഉപയോഗിച്ചുകൊണ്ട് പവർ പ്ലാന്റിലേക്ക് എത്തിക്കുന്നുണ്ട്. അങ്ങനെ ഏകദേശം 3 ഡാമിലെ വെള്ളം അവർ പവർ പ്ലാന്റിലേക്ക് എത്തിച്ചുകൊണ്ട് ഇവിടെ ഇലക്ട്രിസിറ്റി അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാനൊന്ന് ഹത്ത കയാക്കൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിട്ട് പോവാണ്. കയാക്കിന്റെ ടിക്കറ്റ് എടുക്കേണ്ടത് മുകളിൽ നിന്നാണ്. മുകളിൽ നിന്ന് ടിക്കറ്റ് എടുത്ത് താഴോട്ട് പോകേണ്ടതാണ്. ഇവിടെയാണ് കൗണ്ടർ വരുന്നത്. ഞാൻ എടുത്തിരിക്കുന്നത് സിംഗിൾ കയാക്കാണ്. അൺലിമിറ്റഡ് ആണ്. ഡബിൾ 120. പിന്നെ അതുപോലെ തന്നെ ഡബിൾ വാട്ടർ ബൈക്ക് ഉണ്ട്, യെല്ലോ ബോട്ട് ഉണ്ട്, ഫാമിലി ആയിട്ട് പോകാൻ പറ്റുന്ന ബോട്ട് ഉണ്ട്. നമുക്ക് ടിക്കറ്റ് എടുക്കുമ്പോൾ ഒരു കാർഡ് കിട്ടും, ഒരു എൻട്രി കാർഡ് കിട്ടും. അതുപോലെ തന്നെ ടിക്കറ്റിൽ നമുക്ക് ഇവിടെ നമ്മൾ ഹജ്റൈൻ അവിടുന്ന് ഫുഡ് കഴിക്കുകയാണെങ്കിൽ 10% ഓഫ് ഉണ്ട്. ഈ കാണുന്ന അത്ത അഡ്വഞ്ചേഴ്സിന് 10% ഓഫ് ഉണ്ട്. അതുപോലെ തന്നെ ഗോ ഗ്രാവിറ്റി വേണ്ട ഒരു ആക്ടിവിറ്റി ഉണ്ട്, അതിനും 10% ഓഫ് കിട്ടും. അത്യാവശ്യം മുകളിൽ നിന്ന് താഴോട്ട് അവർ നടക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു ബ്രിഡ്ജ് ആക്കിയിട്ടുണ്ട്. അതുവഴി കുറച്ച് നടന്നു പോകാനുണ്ട്. അപ്പം കയാക്ക് കഴിഞ്ഞ് കുറെ ആൾക്കാർ ഇങ്ങോട്ട് തിരിച്ചു വരുന്നുമുണ്ട്. ഈ കാണുന്ന പുറകിൽ നിന്ന് നമ്മൾ അവിടെ കാർഡ് കൊടുത്ത് മുമ്പോട്ട് പോയി കൊണ്ടുവെക്കുകയാണ്. ഇവിടെ നിന്നാണ് നമുക്ക് കയാക്കിലേക്ക് കയറേണ്ട സ്ഥലം. ഇവിടെ നമുക്ക് സേഫ്റ്റി ജാക്കറ്റ് ഒക്കെ ഇട്ട് തരും. സേഫ്റ്റി ജാക്കറ്റ് ഇട്ടതിന് ശേഷം
Okay, thank you. Last, this way. Okay, thank you. മുപ്പ എനിക്ക് ജാക്കറ്റൊക്കെ ഇട്ട് വന്നു. ഇതുവഴിയാണ് പോകുന്നത്. ശരിക്കും നടന്നു പോകുമ്പോൾ ഈ ഭാഗം ഉണ്ടല്ലോ ശരിക്കും വെള്ളത്തിൽ ഫ്ലോട്ടായി കിടക്കുന്നതുകൊണ്ട് ഇങ്ങനെ ജമ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. വെള്ളം ഇങ്ങനെ കയാക്ക് കൂട്ടി വെച്ചിട്ടുണ്ട്. ഇന്ന് സൺഡേ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ട്. അതുകൂടാതെ കുറച്ച് വെയിലും ഉണ്ട് ഇന്ന്. ഞാൻ വിന്ററാകുമ്പോൾ അത്തിലെ കുറച്ച് തണുപ്പ് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ഈ സമയത്തുള്ള ചൂടാണ് ഉച്ചക്ക്. ഈവനിങ് ആണ് തണുപ്പ് വരണമെങ്കിൽ. സിംഗിൾ ബ്രദർ സ്വൻ क्या करेगा I'll sit Face myself. ഓക്കെ. അങ്ങനെ മൂപ്പരെന്നെ തള്ളി വിട്ടു. ഞാനിങ്ങനെ വെള്ളത്തിലാണ് ഇപ്പൊ. ഓ മൈ ഗോഡ്. അങ്ങനെ കയാക്കിലാണ് ഇപ്പോൾ ഉള്ളത്. തുഴഞ്ഞില്ലെങ്കിൽ ചെറിയ ഒരു വെള്ളത്തിന്റെ ഓളത്തിൽ ഇങ്ങനെ പോകുന്നുണ്ട്. മറ്റുള്ള ബോട്ടുകളും കയാക്കുകളും പോകുന്നതിന്റെ ഒരു ചെറിയൊരു ഫ്ലോ ഉണ്ട്, അതിലിങ്ങനെ പോകുന്നുണ്ട്. 1990കളിൽ ഈ പ്രദേശത്തെ വൈദ്യുതിയും വെള്ളവും എത്തിക്കുന്നതിനായി നിർമ്മിച്ചതാണ് ഹത്ത ഡാം. UAEയിലെ പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രവും കയാക്കിന്റെ പ്രിയപ്പെട്ട സ്ഥലവുമാണ് ഹത്ത കയാക്ക്. ഹത്ത സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 300 മീറ്റർ ഉയരത്തിനായതിനാലും അതിന്റെ പ്രധാന ഭൂപ്രകൃതിയിൽ ഹജർ മലനിരകൾ ഉൾപ്പെടുന്നതിനാലും ദുബായിയുടെ മറ്റു ഭാഗങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ മഴ ലഭിക്കുന്നു. എന്നിരുന്നാലും മിക്ക മഴവെള്ളവും ചെറിയ അരുവികൾ ഉണ്ടാക്കി കടലിലേക്ക് ഒഴുകും. ഈ ജലം ഉപയോഗപ്പെടുത്താനാണ് ദുബായ് ഹത്ത ഡാം നിർമ്മിച്ചത്. ശരിക്കും നമുക്ക് തുഴഞ്ഞ് അങ്ങ് അറ്റം വരെ പോകാം. അതുപോലെ തന്നെ ഈ സൈഡിൽ തന്നെയാണ് ഇങ്ങനെ ഈ അറ്റം വരെ പോകാം. Oh my God! Oh my God! ഇത് ശരിക്കും പേടിയാവുന്ന കേട്ടോ. ആ സാധനം പോകുമ്പോ ശരിക്കും പേടിയാവുന്നു. അങ്ങനെ 1 മണിക്കൂറിന് കയാക്കിന് ശേഷം ഞാൻ തിരിച്ചു പോവുകയാണ്. മടുത്തു മീൻസ് ഒറ്റക്കായതുകൊണ്ടാണ്. ആരെങ്കിലും ഡബിൾ ബോട്ടാണ്ടെങ്കിൽ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ ഒറ്റക്ക് മാറി മാറി തുഴഞ്ഞിട്ടൊക്കെ ഇരിക്കായിരുന്നു. തുഴയേണ്ട ആവശ്യമില്ല, ചുമ്മാ വെറുതെ ഇരുന്നാലും ഇങ്ങനെ ഫ്ലോട്ടിംഗ് ആയിട്ട് ഇങ്ങനെ തനിയെ ഏതെങ്കിലും സൈഡിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. നല്ല ഒത്തിരി ചോറെല്ലാം കഴിച്ചു വന്ന് ഇരുന്നിട്ട് ഉറങ്ങാം. അപ്പൊ ഞാനിങ്ങനെ കരയടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എന്നെ വലിച്ചു കയറ്റി. സോറി എഴുന്നേക്കാൻ പറ്റിയില്ല. കുറേ സമയം 1 മണിക്കൂർ ഇരുന്ന് ചമ്രം മടിഞ്ഞിരുന്നിട്ട് കാല് പോയി. ഇതർ उधर डालने का ओके थैंक यू मेरा फ़ोन कुछ नहीं है ना अंदर नहीं है താങ്ക് യു ഭയ്യ. നമുക്കിവിടെ ലോക്കേഴ്സൊക്കെ ഉണ്ട്. നമ്മുടെ വാല്യുബിൾ തിങ്സൊക്കെ ഇവിടെ ഇങ്ങനെ ലോക്കേഴ്സിൽ വെച്ച് പോകാൻ പറ്റും. കീ നമുക്ക് എടുത്തിട്ട് പോവാം. അപ്പം ഇനി ജാക്കറ്റ് ഔട്ട് സൈഡാ. ഓക്കെ താങ്ക് യു. ജാക്കറ്റ് ഇവിടെ ഊരിയിടണം. ജാക്കറ്റ്സ് ഇനി മുകളിലോട്ട് പോവാണ്. നടന്നിട്ട് മുകളിലേക്ക് എത്തി. ഇനി നമ്മുടെ ബസ് നോക്കണം. ഫ്രീ സെക്ടർ സർവീസ് ബസ്. അയ്യോ, ഒരു ബസ്സിൻ്റെ പോകുന്നുണ്ട്. ഇനിയിപ്പോൾ അടുത്ത ബസ് വരുവോളം വെയിറ്റ് ചെയ്യണം. അങ്ങനെ ഫ്രീ ഷട്ടിൽ സർവീസ് ബസ് കുറച്ച് ആൾക്കാരെ കൊണ്ട് വന്നിട്ടുണ്ട്. അത് തിരിച്ചു പോകുമ്പോൾ അതിൽ പോകണം. ഒരാൾക്കാരെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഹത്ത കയാക്കിംഗ് സൂപ്പറായിരുന്നു. തീർച്ചയായിട്ടും UAEയിലുള്ളവർ അത് എക്സ്പീരിയൻസ് ചെയ്യണം. പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രാവിലെയോ അല്ലെങ്കിൽ വൈകിട്ടോ പോയതായിരിക്കും നല്ലത്. അപ്പോൾ ഞാൻ എൻ്റെ വണ്ടിയുടെ അടുത്തെത്തി. ഹത്തയിൽ ക്യാമ്പിംഗ് ലവേഴ്സിൻ്റെ ഇഷ്ടപ്പെട്ട വേറൊരു ഇടമാണ് സുഹൈല ലേക്ക്.
ഹത്ത ടൗണിൽ നിന്നും ഒമാനിൽ പോകുന്ന വഴിയിൽ ഒരു 5 കിലോമീറ്റർ മുമ്പോട്ട് വരുമ്പോൾ നമുക്ക് കുറച്ച് അകത്തോട്ട് ഇതുപോലെ മണ്ണിട്ട റോഡിലൂടെ കയറി പോകുമ്പോൾ നമുക്ക് സുഹൈല ലേക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച പോലെ തന്നെ നമ്മുടെ എക്സ്പോ 2020 ലേക്കിൽ പോയപ്പോൾ ഉണ്ടാക്കിയില്ല ഒരു കൃത്രിമമായിട്ടൊരു ലേക്ക് ഞാൻ കാണിച്ചില്ല, അടിയിൽ ഷീറ്റൊക്കെ ഇട്ടിട്ട് അതുപോലെ ഉണ്ടാക്കിയെടുത്ത ഒരു ലേക്കാണിത്. ഈ കാണുന്ന മരങ്ങൾക്കിടയിലും ഷെഡുകൾക്കിടയിലൊക്കെ ആൾക്കാർ ഇങ്ങനെ ക്യാമ്പിങ് ചെയ്യാണ്. അതുപോലെ തന്നെ നമുക്ക് ടെൻ്റ് അടിച്ചുകൊണ്ടും നമുക്കിവിടെ ഓവർനൈറ്റ് സ്റ്റേ ചെയ്യാൻ വേണ്ടി പറ്റും. ആൾക്കാർ നേരത്തെ വന്നിട്ട് വൈകുന്നേരത്തേക്ക് വേണ്ടിയിട്ട് സ്ഥലം ബുക്ക് ചെയ്തിട്ട് പോയിരിക്കുകയാണ്. കാരണം വീക്കെൻഡ് ഈവനിങ് ആകുമ്പം ഭയങ്കര തിരക്കായിരിക്കും. അതുകൊണ്ട് ആൾക്കാർ മുമ്പേ ഓരോരോ സ്ഥലം ബുക്ക് ചെയ്തിട്ട് പോവുകയാണ്. ശരിക്കും ഇവിടുത്തെ ഗവൺമെൻറ് ഇവിടെ മുനിസിപ്പാലിറ്റി ഒക്കെ ചേർന്നുകൊണ്ട് ഇവിടുത്തെ ആൾക്കാർക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് വീക്കെൻഡ്സ് ഒക്കെ ഫാമിലി മൊത്തമൊക്കെ ഔട്ടിങ്ങും ക്യാമ്പിങ്ങും നൈറ്റ് സ്റ്റേ ഒക്കെ വേണ്ടിയിട്ട് അവർ കൃത്രിമമായിട്ട് അവർ ലേക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണ്. അതും ഫ്രീ ആയിട്ടാണ് ഇങ്ങോട്ടുള്ള എൻട്രി. ഒരു 5 ദിർഹം പോലും ആ ടിക്കറ്റ് വാങ്ങാതെയാണ് ഇത്ര സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത്. ഇവിടെ ഒരുപാട് കാരവൻസ് ഇങ്ങനെ വന്ന് നിർത്തിച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ നോക്കി കാണാൻ പറ്റും. ലേഹ ലേക്ക് നിന്ന് കുറച്ചും കൂടി താഴോട്ട് വരുമ്പോൾ നമുക്ക് പോകുന്ന വഴിയിൽ ഈ ലേക്ക് കിട്ടും, ഒരു ലേക്ക് കിട്ടും. പക്ഷെ ആ ലേക്ക് നമുക്ക് കൃത്രിമമാണെന്ന് തോന്നുന്നില്ല. ഇവിടെ പണ്ട് നമ്മുടെ നാട്ടിലുണ്ടായ കൂട്ടു പോസ്റ്റ് കണ്ടോ, ഇലക്ട്രിക് പോസ്റ്റ്, ആ തടിയിൽ ആദ്യകാലത്തൊക്കെ ഉണ്ടായിരുന്നില്ലേ, അതുപോലത്തെ ഒരു പവർ സപ്ലൈ പോകുന്നുണ്ട് ഈ വെള്ളത്തില്. ആ പോകുന്ന വഴി ഒമാനിലേക്കുള്ള വഴിയാണ്. ആ കാണുന്ന മലയുടെ താഴെ കൂടി വഴി പോകുന്നുണ്ട്. അത് ശരിക്കും ഒമാൻ പോകുന്ന റൂട്ടാണ്. ഇവിടുന്ന് 4 കിലോമീറ്ററും കൂടി പോയാൽ ഒമാൻ എത്തി. പോകുന്ന വഴിയുണ്ടോ, ഒരു വണ്ടിക്ക് മാത്രം കഷ്ടിച്ച് പോകാം. ഒരു കാറ് വരുന്നുണ്ട് അവിടുന്ന്. കുറച്ചു മുമ്പ് ഞാൻ താഴത്തെ ലേക്കിൽ നിന്ന് നോക്കി പറഞ്ഞില്ലായിരുന്നു, മലയിലെ താഴെ കൂടെ പോകുന്ന റോഡ് ഒമാനിലേക്കുള്ള വഴിയാണെന്ന്. ആ വഴി കൂടെ ഇപ്പൊ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഇപ്പുറത്തെ സൈഡ് താഴെ ലേക്കാണ്. ഒമാന്റെ ബോർഡർ എത്തി. നമ്മൾ ഇവിടെ നിന്നാണ് വിസിറ്റ് വിസയും പാസ്പോർട്ടൊക്കെ കാണിച്ച് നമുക്ക് വിസ ഓൺ അറൈവൽ കിട്ടും ഇവിടുന്ന്, വിസിറ്റ് വിസയിൽ. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നാണ് വിസിറ്റ് വിസ എടുത്തുകൊണ്ട് നമ്മൾ ഒമാനിലേക്ക് എൻ്റർ ചെയ്യുന്നത്. പക്ഷെ ഞാൻ അതിനെ മുമ്പ് വെച്ചിട്ട് യൂ ടേൺ എടുക്കുകയാണ്. ഹത്തയുടെ ഭൂപ്രകൃതി മനോഹരമാണ്. ഒരിക്കൽ വന്ന സന്ദർശകരെ വീണ്ടും വരുവാൻ തോന്നിപ്പിക്കുന്നത്രയും. എല്ലാ കാഴ്ചകളും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല. ഹത്തയുടെ അതിർത്തി പ്രദേശമായ അജ്മാൻ മസ്ഫൂട്ടിന്റെ ആദ്യകാല പ്രതിരോധത്തിന്റെ ഭാഗമായുള്ള ബോമ ഫോർട്ട്, ദുബായിയുടെ പൈതൃകത്തിന്റെ അഭിമാന ചിഹ്നമായി നിലകൊള്ളുന്ന ഹത്ത വാച്ച് ടവർ, ഹത്തയിലെ പ്രശസ്തമായ ലീം ലേക്കിലെ ഹത്ത ഫെസ്റ്റിവൽ കാഴ്ചകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള അടുത്ത വീഡിയോ ഉടനെ റിലീസ് ചെയ്യുന്നതാണ്. അപ്പോൾ പുതിയ വീഡിയോയുമായി കാണുന്നവരെ ഗുഡ് ബൈ.